കാണും. അത് ഈ ക്യാരക്ടർ താടിയില്ലാത്തോണ്ട് അപ്പൊ പ്രൊമോഷനും അങ്ങനെ തന്നെ വരാൻ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു മെയിൽ ഈഗോ ഫൈറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ അയ്യപ്പനും കോച്ചിയും അല്ലെങ്കിൽ എന്താ പറയുക ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ കണ്ട പോലത്തെ ഒരു തരത്തിലുള്ള ആ ഒരു ബ്ലാക്ക് ഓർ വൈറ്റ് പരിപാടിയല്ല. ക്യാരക്ടർ You can ask in Malayalam. I'll tell them. കഥാപാത്രത്തെ പറ്റി കൂടുതൽ പറയാമോ? നമുക്ക് ഫിലിം മേക്കിംഗ് ആണ് ഭയങ്കര ക്രൈസ്. ആക്ടർ ആവാന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ആദ്യം അഭിനയിക്കുന്നത് തന്നെ ഞാൻ ചെയ്ത ആദ്യത്തെ സിനിമകളിലൊക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് കൈൻഡ് ഓഫ് സിനിമ നമ്മളും നമ്മുടെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. തമിഴിൽ അപ്പടിയെല്ലാം ഇല്ല. തമിഴിൽ ഇவ்வளோ ரெயின் வந்தால் பேக்கப் ഷെഡ്യൂൾ പാക്കപ്പ് കമോൺ. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമയുടെ പേര് കുഞ്ഞു ദൈവം. അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ആക്ടർ വന്ന് അഭിനയിക്കണം. ഒരു ആക്ടർ വന്ന് അഭിനയിക്കണമെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കണം, അയാൾക്ക് റൂം കൊടുക്കണം, അയാളെ മാനേജ് ചെയ്യണം. അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പൈസ ഇല്ല. അപ്പം എന്നാൽ ഞാനതങ്ങ് ചെയ്യാം. ഞാൻ ചെയ്താൽ ഇതെല്ലാം ലാഭിച്ചു അല്ലേ ഈ പൈസ. ആഫ്റ്റർ റീഡിങ് ദ മലയാളം മംഗ്ലീഷ് സ്ക്രിപ്റ്റ് എനിക്ക് 0% കോൺഫിഡൻസ്. വളർച്ച വളരെ വിരളമാണ്. നമ്മളെക്കാളും ബെറ്റർ ആണ്. മലയാളിയായി മാറി. സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് മീശ എന്ന സിനിമയുടെ കാസ്റ്റ് ആണ്. ലെറ്റ് മീ വെൽക്കം ജിയോ ബേബി, ഖദർ ആൻഡ് ഹക്കീം ഷാ. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും? മീശയാണ് വിശേഷം. മീശ ആയതുകൊണ്ടാണോ? ലൈക്ക് എനിക്ക് ഹക്കീം ഷായുടെ ഒരു ലുക്ക് മാറിയിട്ടുണ്ട്. എപ്പോഴും താടി വെച്ച് കാണും. അത് ഈ ക്യാരക്ടർ താടിയില്ലാത്തോണ്ട് അപ്പൊ പ്രൊമോഷനും അങ്ങനെ തന്നെ വരാൻ അല്ല, ഞാൻ വേറൊരു പോലീസ് പരിപാടി ഉണ്ട്. അപ്പോൾ ഓക്കെ ഓക്കെ. നമുക്ക് അത് ഫസ്റ്റ് മലയാളം മൂവി എങ്ങനെയുണ്ട്? മലയാളം ഫിലിം ഇൻഡസ്ട്രി ടു ഗുഡ്, ലൈക്ക് റിയലി ലവിങ് ദറ്റ്. ആൻഡ് ലൈക്ക് ഇங்கே ഫ്രം ദ ഷൂട്ടോട് തുടങ്ങിയപ്പോഴിருந்து ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് ഹോം, ഓൾവേസ് ചിൽ ആൻഡ് അമേസിങ് ക്രൂ, അമേസിങ് കാസ്റ്റ്. സോ and the fear or left alone feeling has never been there, not even like or not even a day. So I'm feeling good. ഇതിൽ നിങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. ക്യാരക്ടേഴ്സിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ടോ? അല്ല, ട്രെയിൽ ടീസർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ നിങ്ങൾ ക്യാരക്ടറിനെ പറ്റി കുറച്ച് പറയാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മീശ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മസ്കുലിനിറ്റി പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ഒരു ഗ്രേ ഷെയ്ഡ്സ്. അതിൻ്റെ ലോയൽറ്റി, അതിൻ്റെ എന്താ പറയുക, അതിനകത്തുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു മെയിൽ ഈഗോ ഫൈറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ അയ്യപ്പനും കോച്ചിയും അല്ലെങ്കിൽ എന്താ പറയുക ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ കണ്ട പോലത്തെ ഒരു തരത്തിലുള്ള ആ ഒരു ബ്ലാക്ക് ഓർ വൈറ്റ് പരിപാടിയല്ല. ഇത് കുറച്ചും കൂടെ ഗ്രേ ആണ് ഈ ഏരിയ. അപ്പോൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടിയാണ്. അത്രയൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. Like about a character. You can ask in Malayalam. I'll tell them. കഥാപാത്രത്തെ പറ്റി കൂടുതൽ പറയാമോ? ഇത് മിഥുൻഗിற character I'm playing, and I have like two different shades to play. Shades in the sense ஒரு character, but ஒரு லைஃப்ல இருக்கிற ஒரு எக்ஸ்பீரியன்ஸ்னால ஒரு person will change, no? அந்த மாதிரி இருக்கிற ஒரு first when I heard the script, what I was excited is more than the script, I had a part to play where inge oru shade of character in the colony, one side of shade to play in the forest. So that was more interesting for me to do. Yeah. ജിയോ ചേട്ടൻ്റെ ക്യാരക്ടർ? എൻ്റേത് ഒരു പൊളിറ്റീഷ്യൻ ആണ്. ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ഇവരുടെ കൂടെ തന്നെയുള്ള ഒരാളായിട്ട് തന്നെയാണ്. കുറച്ച് വില്ലൻ സ്വഭാവമൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെയൊക്കെയാണ്. ഇതൊരു സൗഹൃദം ആണ് ഈ സിനിമയുടെ ഒരു അടിസ്ഥാനം. അപ്പോൾ ആ സൗഹൃദത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അതിനൊക്കെ ചിലതിനൊക്കെ ഞാൻ ഒരു കാരണമാണ്. ഇവർ തമ്മിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്, അത് അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം
ഇതിലൊക്കെ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളുകളൊന്നും അങ്ങനെ സിനിമയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ MC-യുടെ ആദ്യത്തെ സിനിമ വികൃതി ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്, നമുക്ക് വർക്കായിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ നമ്മളെ വിളിച്ചപ്പോൾ അതിലൊക്കെ കുറച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ ചെയ്യുന്ന സമയത്തും ഒക്കെ ക്യാരക്ടറിനെ കുറിച്ച് MC-ക്ക് കൃത്യമായിട്ട് അറിയാം, എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുത്. അപ്പോൾ കൃത്യമായി ഡയറക്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെയൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പം ആക്ച്വലി ഡയറക്ടർ ഇവിടെ ഇല്ല, ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല. വികൃതി 2019 റിലീസായിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് MC എന്തുകൊണ്ടായിരിക്കും എടുത്തത്? അത് MC-യോട് ചോദിക്കണം. ഇതിന്റെ ഇടയ്ക്ക് പടം അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ കോവിഡ് വന്നത് കൊണ്ടുപോയതാണ്. കോവിഡ് കൊണ്ടുപോയ പടമാണ്. അർജുനും വേറെ ആരൊക്കെ, അർജുന അശോകനൊക്കെ വെച്ചൊരു പടം. അത് അനൗൺസ് ചെയ്ത് എന്തോ തുടങ്ങാൻ ചെന്നാണ്. അപ്പോഴാണ് കുറച്ച് ഡിലേ വന്ന് അങ്ങനെ പിന്നെ നേരെ മീശയിലേക്ക് ഇത് ആക്ച്വലി ഒരു മസ്കുലിനിറ്റി, ഒരു മെയിൽ ഈഗോ, അതൊക്കെ കൊണ്ടാണ് മീശ എന്നുള്ളൊരു ടൈറ്റിൽ. അതെ അതെ, തീർച്ചയായിട്ടും ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണല്ലോ. Before the title was കൊമ്പായിരുന്നു. അപ്പോൾ കൊമ്പും ഈ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് മാത്രമുള്ള സാധനമായതുകൊണ്ട് കൊമ്പായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷേ അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊമ്പിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പിന്നെ മീശ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങൾ ഇൻ ദ സെൻസ് MC കണ്ടെത്തി. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു, ഞാനൊരാണായിരുന്നു, ഞാൻ മീശയൊക്കെ പിരിച്ച് ഇരിക്കായിരുന്നു. ഇൻട്രോ പറയുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ. മീശ അങ്ങനെ പിരിക്കണതൊക്കെ സിനിമയിലൊക്കെ മനസ്സിലായില്ല. മീശന് ഇത് ഒട്ടി എടുത്താലും അത് ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ, ബിക്കോസ് ഉണ്ണിലാലുസ് ക്യാരക്ടർ ഇതില് മീശ ഇല്ല. സോ അതും ഒരു ക്യാരക്ടർ, അതും ഒരു ഡിഫറെന്റ് മെയിൽ പെർസ്പെക്റ്റീവ് കാണിക്കുന്നതാണോ? ഇത് അത് ഓരോരുത്തരുടെ എന്താ പറയാ, ഇപ്പൊ ആ ഒരു ഇപ്പം ഇതിനകത്ത് നോക്കിയിട്ട് കാണാം പലർക്കും ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് ഉണ്ടല്ലോ. ഇപ്പം നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ കതിർ സംസാരിച്ച പോലെ ഇപ്പം നമ്മൾ ഭയങ്കരം റൊമാൻറ്റിക് ഫുൾ ബ്ലോൺ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കരം ആ ഒരു മൂഡിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കൊമ്പൻ മീശയൊക്കെ വെച്ച് അല്ലെങ്കിൽ അത്ര നമ്മുടെ അപ്പിയറൻസ് തന്നെ വേറെ ആയിരിക്കും. ഇപ്പം ഈ ഓരോ മീശയ്ക്കും ഓരോ അർത്ഥങ്ങളും ഓരോ പരിപാടികളും ഇതിനകത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ പറഞ്ഞാൽ കുറച്ചുകൂടെ ഞാൻ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ തോണ്ടിരിക്കുക. അപ്പം ടോട്ടലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ മീശ എന്ന് പറയുന്നത്? തീർച്ചയായും എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ കാസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റാണ്. ജീവിച്ചേണ്ട പരിപാടിയാണ്. ഇതിനകത്ത് കുറച്ചുകൂടെ എന്താ പറയാ, ഒരു പ്ലേ മേക്കർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു രീതിയിൽ ചെയ്യുന്ന ക്യാരക്ടറാണ്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ കൂടെ ഞങ്ങളുടെ സുധിച്ചേട്ടനുണ്ട്, സുധി കോപ്പയുണ്ട്, ഉണ്ണിലാലും ഉണ്ട്, ബാക്കി പിന്നെ ശ്രീകാന്ത് മുരളി, ഷൈൻ ടോൺ ചാക്കോയുടെ ക്യാരക്ടർ എക്സ്ട്രീംലി വേറെ തന്നെ. എന്താ പറയുക, ആ ഒരു കാടിൻ്റെ വന്യതയും ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിനകത്ത് വന്ന് വീണിരിക്കുന്നത്. ഇതിൽ ഈ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞല്ലോ ചേട്ടൻ. അപ്പോൾ ഇതിനു മുന്നേ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുമില്ല. ഇത് ചൂസ് ചെയ്തേക്കാം, ഇത് അഭിനയിക്കാം എന്ന് തീരുമാനിച്ചത് ആ ക്യാരക്ടർ ഡെപ്ത് കേട്ടിട്ടാണോ? MC എന്ന ഡയറക്ടർ വിളിച്ചത് കൊണ്ടായിരുന്നോ? ഇല്ല, നമ്മളിപ്പോൾ അഭിനയിക്കാൻ, ഞാൻ ആരഭിനയിക്കാൻ വിളിച്ചാലും നോർമലി പോയി അഭിനയിക്കും, അല്ലാതെ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അന്വേഷിക്കാറില്ല. പക്ഷേ ഇതിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായത്, MC വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം ഇത് കഥ പറയുകയാണ് ചെയ്തത്. അതായത് ഈ സിനിമ ടോട്ടൽ സിനിമ ഇതാണ്, അതിൽ ഈ ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു തരം സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതലും ഈ മീശയ്ക്ക് മുന്നേ അഭിനയിച്ചിട്ടുള്ളത് കുറച്ചൊക്കെ ഫ്രണ്ട് സർക്കിൾ പരിപാടികളിലാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ പറയും MC-നെ ഞാൻ ഫ്രണ്ടാകുന്നത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഈ സിനിമയുടെ കഥ കേട്ട് അതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പുറത്തുനിന്നൊരു ഡയറക്ടർ വിളിച്ച് ശ്രദ്ധേയമായിട്ടുള്ള സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ അഭിനയിക്കാൻ ഈ ക്യാരക്ടേഴ്സിനൊന്നും ഒന്നും അങ്ങനെ ചൂസ് ചെയ്യാറൊന്നും ആയിട്ടും ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ആക്ടറൊന്നും അല്ലല്ലോ. അത് വേണ്ട അല്ലെങ്കിൽ അതിന് ഡെപ്തിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്നത് ഈ ഡയറക്ടർക്ക് ഹാപ്പി ആകുന്നത് പോലെ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത പോലെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു സന്തോഷമുണ്ട് ഇങ്ങനെ സിനിമയുടെ ഭാഗമാകുന്നതിലും. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെയാണ് ഇവരെയൊക്കെ കാണുന്നതും വർത്തമാനം പറയുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നതും അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി വരുന്നത്. അതിൻ്റെ സിനിമ നന്നായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കുറെ കൂടെ സന്തോഷമാവും എന്ന് വിചാരിക്കുന്നു. നന്നായി പോകട്ടെ, എല്ലാവരും കാണുക. ഇപ്പൊ ഡയറക്ടറായിട്ട് വന്നിട്ട് ആക്ടിങ്ങിലേക്ക് മറന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജിയോചേട്ടനും അങ്ങനെ ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ
നമുക്ക് ഫിലിം മേക്കിംഗ് ഭയങ്കര ക്രൈസ്. ആക്ടർ ആവുന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ആദ്യം അഭിനയിക്കുന്നത് തന്നെ ഞാൻ ചെയ്ത ആദ്യത്തെ സിനിമകളിലൊക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് കൈൻഡ് ഓഫ് സിനിമ, നമ്മളും നമ്മുടെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിനിമയുടെ പേര് കുഞ്ഞു ദൈവം. അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ആക്ടർ വന്ന് അഭിനയിക്കണം. ഒരു ആക്ടർ വന്ന് അഭിനയിക്കണമെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കണം, അയാൾക്ക് റൂം കൊടുക്കണം, അയാളെ മാനേജ് ചെയ്യണം. അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പൈസ ഇല്ല. അപ്പം എന്നാൽ ഞാനതങ്ങ് ചെയ്യാം. ഞാൻ ചെയ്താൽ ഇതെല്ലാം ലാഭിച്ചു അല്ലേ. ഈ പൈസ എന്നുള്ളതിൽ ഒറ്റ പേരിലാണ്. അപ്പോൾ അത് കുഞ്ഞുദൈവം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു 2-3 സീനി വരുന്നൊരു ചെറിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എൻ്റെ വളരെ അടുത്തിട്ടുള്ള, ഇപ്പോൾ സിദ്ധാർത്ഥ് ശിവ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ഫിലിം മേക്കർ. അവനെ അടുത്ത സിനിമ ചെയ്തപ്പോൾ എന്നെ അഭിനയിക്കാൻ വിളിച്ചു. അവൻ്റെ 2-3 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് പിന്നെ വേറെ പലരും ഒക്കെ നമ്മൾ വിളിച്ചത്. അങ്ങനെ വിളിക്കുന്നതിനൊക്കെ ഞാൻ പോകുന്നുണ്ട്. അതൊരു ഇൻകം കൂടാണല്ലോ. അപ്പം നമ്മൾ സിനിമയിൽ തന്നെ നിൽക്കാം അല്ലേ. നമ്മൾ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അതൊന്നുമില്ലാതെ വെറുതെ ഫോണൊക്കെ നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയാ, നമ്മളീ പറയത്തില്ല എന്തായാലും പറയാ, ഗോസിപ്പൊക്കെ അടിച്ച് വെറുതെ ഇരിക്കാം. എന്നാൽ നമ്മൾ സിനിമയ്ക്കുള്ളിൽ തന്നെയാണ്. അതിനൊരു ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഒരേ സമയം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് ചെയ്യുന്ന ഒരുപാട് പ്രഷറുള്ള ഒരു പരിപാടി സൈഡിൽ വെറുതെ കസേരയൊക്കെ ഇട്ട് MC അവിടെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ പോയാൽ മാത്രം മതി. ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത് സന്തോഷമാണ്. നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു ഈ സിനിമ. നമുക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു എല്ലാ തരത്തിലും. ഇപ്പൊ ഇവര് മലയിലൊക്കെ കാട്ടിലൊക്കെ പോകുന്ന സീക്വൻസിൽ ഞാനില്ല, ഞാൻ കൊച്ചിയിൽ മാത്രം. അതുകൊണ്ട് വേറെ ഫിസിക്കലി ഉള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. നല്ല കൂളായിരുന്നു. ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ. അതേ ഉള്ളൂ. അതെ, ഒരു മൊമെന്റ് കഴിയുമ്പോൾ നമ്മള് കഥാപശ്ചാത്തലം ഫുള്ള് മാറും. അത് കാട്ടിലാണ് പിന്നെ കഥ ഒരു മെജോറിറ്റി പരിപാടി നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്ട്രഗിളും കാര്യങ്ങളും ഫൈറ്റും എല്ലാം കാട്ടിലാണ്. ഇത് റണ്ണിങ് പോർഷൻസ് സ്ലിപ്പറിയുടെ വാട്ടർഫാൾസില്, സ്ട്രീംസില് പിന്നെ പുറകെ ഇത് മിഷർ ഷൂട്ടിങ്ങില് ട്രക്കിംഗ് ആണ്. 25 days ട്രക്കിംഗ്. ഫുൾ പാക്ക്. മോർണിംഗ് 6:37 കാട് ഏറിനാ മറുപടിയും ഈവനിങ് 6:30 തിരിച്ച് കൊണ്ടുവന്ന് പോടും. വീണ്ടും പിറ്റേ ദിവസം വിളിക്കും. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് പോയി അന്ന് ഷൂട്ട് പറ്റി സംസാരിച്ച് ഫുൾ മഴ. അപ്പോൾ റെയിൻ വന്ന ടൈമിൽ ഒരു ക്ലിഫ് ഓടതിൽ വി ആർ സ്റ്റാൻഡിങ്. അപ്പോൾ ആർട്ടിസ്റ്റിക് மட்டும் பிகாஸ் ஆஃப் த காஸ்டியூம் privilege ഉണ്ട്. സെന്ററിൽ ടെന്റോടെ സെന്ററിൽ we can stand. 2 tent will be there. They will open the tent, everyone will get inside. அதுக்கப்புறம் after the rain is going immediately they'll go for the shot. தமிழ்ல அப்படியெல்லாம் இல்லை. தமிழ்ல இவ்வளோ ரெயின் வந்தா பேக்கப் schedule backup. Come on. next day ഉണ്ടാവുള്ളൂ ഷൂട്ട്. I was first day rain വന്നപ്പോൾ I was thinking tomorrow they'll have a production discussion, director discussion. I think one break is going to come. So second day also came. No, அந்த மாதிரி ஒரு டாக்ஸும் இல்ல. Third day I came, talks இல்ல, மழை மட்டும் வந்துட்டே இருக்கு. Oh, I figured out. Okay. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 9 വരെയാണല്ലോ ഒരു കോൾ ഷീറ്റ്. കതിർ ഫസ്റ്റ് ടൈം വന്നിട്ട് മോർണിംഗ് 6 to 9, 9:30 they'll go. அங்க 6:30க்கு it will be over. இங்க 6க்கு அப்புறம் டைம் பார்த்துட்டே இருக்கோம். இன்னும் முடியல. Every day is like that. அப்போ 10:30 you will go sleep and மறுபடியும் morning 5 o'clock you'll have to get up. This was like one routine. Not even 1 month. But it is good. Like team adivuli aayittunde. So adventurous aayittunde. So I really love adventure. So the falls portion, everything was good. ഇതിപ്പം നോർമലി നമ്മൾ മലയാളം സിനിമയിൽ കുറച്ച് കണ്ടുവരുന്നു, കണ്ടുവരുന്നത് ലൈക് തമിഴിൽ നിന്ന് ഒരു ആക്ടർ എടുത്തു കഴിഞ്ഞാൽ തമിഴായിട്ട് തന്നെ അതിനെ പോർട്രേ ചെയ്യാറുണ്ട്. കതിർ വിഷയത്തിൽ മലയാളമാണ് സംസാരിക്കുന്നത്. സോ ഹൗ വാസ് ദാറ്റ്? 20 days before the shoot also I called MC sir and it's like, sir, unga vision now also it is not late. நல்லா யோசிச்சுக்கோங்க.
because after reading the Malayalam Manglish script, எனக்கு 0% confidence. எனக்கு slang, tone and what is this meaning of the words எதுவும் கிட்டிட்டல. அப்போ இட்ஸ் லைக் சார் இது உங்கள் விஷயம் வேஸ்ட் பண்ண வேணாம், யுவர் லைஃப் பார்த்துக்கோங்க. ஐ வாஸ் வார்னிங். ஹீ வாஸ் வெரி கான்ஃபிடென்ட். இல்லை வி கேன் டூ இட், வில் புல் இட் ஆஃப். அப்போது அந்த கான்ஃபிடென்ஸும் ஐ ஹாவ் ப்ரெஷர் வேர் இஃப் ஐ எம் டூயிங் சம்திங் ஐ ஷுட் டூ இட் பர்ஃபெக்ட்லி. லிப் சிங்க்கு எல்லாம் எனக்கு பர்ஃபெக்டாக இல்லைன்னா அந்த கில்ட்டும் டில் த ரிலீஸ் இப்போ ஒரு கான்ஃபிடென்ட் அட்லீஸ்ட் ஒரு இதில் இல்லை, அந்த கான்ஃபிடென்ஸ் இருக்காது. ஸோ ஐ ரீட் 4 hours a day ஸ்கிரிப்ட். பிஃபோர் டே இட் செல்ஃப் ஐ இன் தட் எல்லா வேர்ட்ஸ்க்கும் மீனிங், அது எமோஷன், அது ஐ கீப் ஆன் டெல்லிங் டு சம்மன் the dialogues and everything for the next day's thing. After like 10 days I got the heck of it. Okay, we can do it. At least the lip sync I can do it. If you tell any change I can do it. அப்படிங்கிற ഒരു കോൺഫിഡൻസ്. പക്ഷേ ഇതെന്താ പറയുക, യൂഷ്വലി ഇപ്പോൾ നമ്മൾ മലയാളികളും തമിഴ് ആളുകളും പെർഫോം ചെയ്യുമ്പോൾ വിചാരിക്കുക, അപ്പോൾ ചെറിയ ചെറിയ നുവാൻസസ്, ബോഡി ലാംഗ്വേജിലെ കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്നതിൽ താളത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇടാന്ന് വിളിച്ചിട്ട് അവരുടെ എന്ന് പറഞ്ഞാൽ ആ ഒരു താളം വ്യത്യാസമുണ്ട്. പിന്നെ ബോഡി ലാംഗ്വേജ് വ്യത്യാസം, ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് പെട്ടെന്ന് പിടിക്കും ആള്. പക്ഷെ കതിർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കതിരെല്ലാം ഓവർകം ചെയ്ത്, ഇപ്പം നമുക്കിപ്പോൾ കതിർ ഫ്രം തമിഴ്നാട് എന്ന അറിയാത്ത ഒരാൾക്ക് കതിർ മലയാളി തന്നെയാണ്. അപ്പം അത് ഭയങ്കര ബ്രില്യൻ്റ് ആണ്, അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. There was a scene also where ഒരു ഫൈറ്റിംഗ് സീനിൽ ലൈക്ക് Marra in Tamil, if you tell Marra means this. അല്ലല്ല action. Never like never means action. Marra means like this. In Malayalam, Marra is this way. Hand gesture ഉണ്ട്. ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അത് പെട്ടെന്ന് ഓർഗൻ ചെയ്യാൻ പറ്റും. For that and all, it's like Marra means this in Malayalam. It's like one more will do for that. அதுக்கு ஒரு one more போய் அப்படி I lost too many one more. അത് ഈ മലയാളത്തിന്റെ പക്ഷെ ടീസർ കാണുമ്പോൾ ഡബ് ചെയ്തിരിക്കുന്ന വേറെ ആളാണെന്നേ തോന്നുന്നില്ല, എനിക്ക് തോന്നിയില്ല. അത്രയും നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം തമിഴ് മൂവീസ് കണ്ടിട്ട് തന്നെ ഇതിൽ കാണുമ്പോൾ ഇതിന്റെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്, മീശ എന്ന് പറഞ്ഞുള്ള മൂവി. അപ്പം കതിർ ഇതിൽ മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളത് കണ്ടു. പക്ഷെ ടീച്ചർ കണ്ടപ്പോഴാണ് ഇത് വേറെ ആള് ഡബ് ചെയ്തായിട്ടേ തോന്നിയില്ല. ഫേസിന് മാച്ച് ആവുന്ന ഒരു സൗണ്ട് കൂടെ. നോർമലി നമുക്ക് I watched the film also. அப்போ எனக்கும் because எனக்கு ஃபர்ஸ்ட் டிஸ்டர்பன்ஸ் it should be எனக்கும் இல்லை. ஃபர்ஸ்ட் ஒரு மேபி ஒரு 1-2 minutes அது செட் ஆகிறதுக்கு ஒரு ஃபீல் இருந்தது. பட் அதுக்கப்புறம் it was in flow, it was too good. ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇന്റർവ്യൂ സെഷൻസ് நீங்கள் மலையாளத்தில் பண்ணாலும் நான் தமிழில் തിരിച്ച് സംസാരിക്കും. മലയാളത്തിൽ കുറേ எனக்கு ஞாபகம் இருக்கிற ഓർമ്മ വാക്കുകൾ நான் തിരിച്ച് സംസാരിക്കും. ഇപ്പൊ എല്ലാം പറയുന്നെല്ലാം കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ആക്ച്വലി കതിറിന് വേണ്ടിയിട്ട് കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഐ നോ വൺ വാട്ട് ഇസ് ടഫസ്റ്റ് നോട്ട് ടഫസ്റ്റ് ഓർ എനിത്തിങ്. ഐ നോ വൺ മലർ യു നോ മൃദംഗ പുളകിതനായി. ഞാൻ കുറച്ച് പറയട്ടെ, റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ, സിമ്പിളിൽ തുടങ്ങാം. ഓക്കെ, സിമ്പിൾ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഉരുളിൽ ഒരു ഉരുള. ഉരുളിൽ ഒരു ഉരുള. എല്ലാവരും പറഞ്ഞോ. ഓക്കെ, അടുത്ത വളർച്ച വളരെ വിരളമാണ്. വളർച്ച വളരെ വിരളമാണ്. മലയാളിയായി മാറി. ട്രൈ ചെയ്ത് നോക്കൂ. വളർച്ച വളരെ വിരളമാണ്. ഒന്നുകൂടെ. വളർച്ച വളരെ വിരളമാണ്. കതിരൊന്ന് പഠിപ്പിച്ചു കൊടുക്കും. വളർച്ച വളരെ വിരളമാണ്. വളർച്ച വളരെ വിരളമാണ്. കുഴപ്പമില്ല. അടുത്തത് അത് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളതാണ്. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി.
ഫസ്റ്റ് ട്രൈയിൽ നമ്മൾ പോലും ശരിയാക്കൂല, ട്രൈ ചെയ്യും. അത് സിമ്പിളാണ്. ഇത് രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും. രാമമൂർത്തിയുടെ മൂത്ത അല്ല, എഴുതുന്ന ലൈക്ക് ഒരു റൈറ്ററും കൂടെ ആണല്ലോ, അപ്പൊ ഇത് പറയാൻ പാടാ. പറഞ്ഞില്ലേ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. ഞാൻ ഇത് ഇത്ര പാടായിരിക്കുന്ന വെച്ചാൽ ഇത് മാത്രം ഞാൻ എടുത്തു വെച്ചുള്ളൂ. പക്ഷെ ഞാൻ വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. മറ്റെന്തായിരുന്നു, ആന അല്ലായിരുന്നു. പറഞ്ഞ ശരിയല്ല. അതിന്റെ മുമ്പിലത്തെ അത് വലിയൊരു സെന്റൻസ് ഉണ്ട്. എന്തായിരുന്നു? അത്രേ ഉള്ളൂ. ആന അലറലോട്. അതിപ്പോ ട്രൈ ചെയ്യാം. ആന അലറലോട് അലറൽ. ആന അലറലോട് അരളൽ. ആന ആന അലറലോട് അരൽ. അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. So many tongue usage in Malayalam, bro. I tried dubbing for 8 hours in Misha. Not even one scene is okay. MC sir has like in one word, one sentence, one la should touch in the top. La. Then he asked for one more la from la. I said like la only, please leave me. 8 hours to stand is the dubbing, full emotion I tried. At the last I saw not even one scene is finish aki illa. Then after that I said like I don't want to spoil Malayalam. വേറൊരു മലയാളം മൂവിയും കൂടെ ഇപ്പം വരുന്നുണ്ടല്ലോ, ഗെയിം ചേഞ്ച് വരുന്നുണ്ടല്ലോ. I am gaming. സോ അതിലും മലയാളമായിട്ടാണോ തമിഴാണോ? ഒന്നും നഹാസ് പറഞ്ഞ് വിളിച്ച് അന്നേ எதையும் சொல்லிடாதீங்க அப்படின்னு. இல்ல ஃபுல் ஸ்கிரிப்ட் என்கிட்ட இருக்கு, ஃபுல் ஸ்கிரிப்ட் சொல்லிட்டு தான் வருவேன் சொல்லியிருக்கேன். ഓക്കെ. അപ്പം ആക്ച്വലി എനിക്ക് എല്ലാവരോടുമുള്ള ക്യാരക്ടേഴ്സിൻ്റെ നോർമലി കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. എന്നാലും ഇപ്പം നിങ്ങൾ രണ്ടുപേരെ നോക്കിക്കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് മറ്റേ നമ്മുടെ പ്രണയവിലാസത്തിൽ ആ ഒരു കഥാപാത്രം. അത് കഴിഞ്ഞ വീക്കും കൂടെ ഏതൊരു ചാനലിലുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും വരുമ്പോൾ കണ്ടു. എനിക്ക് ആ സെക്കൻഡ് ഹാഫ് ആ ലവ് സ്റ്റോറി കാണാൻ വേണ്ടി മാത്രം സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ഹക്കീംഷാൻ അങ്ങനെ ഒരു ക്യാരക്ടറിൽ കണ്ട് എനിക്ക് അവരോട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ കടസിലെ ബിരിയാണിയും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം ആ ആക്ടേഴ്സ് നിങ്ങളെ സംബന്ധിച്ച് എങ്ങനത്തെ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുക? കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി. ഇതൊരു ഡയറക്ടർ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നതിനെ കുറച്ചും കൂടെ എനിക്ക് വർക്കാവുക ഒരു കൊളാബറേറ്റീവ് മെന്റാലിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സിൽ ഒരു ക്യാരക്ടറിൽ ഇരുന്ന് ചർച്ച ചെയ്ത് അതിനൊരു തരത്തിൽ എത്തിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ. മറ്റത് റേഡിയോ പോലെ ഒരേ ഒരു കാര്യം പറയുന്നത് മാത്രം ചെയ്തിട്ട് പോകാനാണെങ്കിൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ചെയ്യും. എനിക്ക് കുറച്ചുകൂടെ ഒരു കൊളാബറേറ്റീവ് മെന്റാലിറ്റിയിൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടി എന്നാണ് എനിക്ക്. directors இது when they are clear இதுதான் வேணும்னு when they are clear எனக்கு ஒரு கான்ஃபிடன்ஸ் இருக்கும். லைக் I am ready to try 100 takes I am okay, but until whatever he thinks if I can do it. Specifically சில directors will ask இந்த இடத்துல இது வேணும் அப்படின்னு. அது நேச்சுரல் ஆயிட்டு பெர்ஃபார்ம் பண்றது I really love. And Misha is like I felt it is impossible. So when I made it possible, it is one big hype. Yeah. ജയചേട്ടന് എനിക്ക് എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരുപാട് അഭിനയിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് ഈ ഹക്കീം പറഞ്ഞ പോലെ ഇപ്പം ആക്ടിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അതിൻ്റെ ഒരു ഐഡിയൽ പരിപാടിയാണ് ഹക്കീം ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതന്നെ ചെയ്യും. നമ്മളൊരു ആക്ടറോട് കൂടുതൽ സംസാരിക്കും ക്യാരക്ടറെ പറ്റി. അങ്ങനെ ആക്ടറും ഡയറക്ടറും ഫൈൻഡ് ചെയ്യും ഇതാണ് ക്യാരക്ടർ. സോ നമുക്ക് ആ ക്യാരക്ടർ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അതാണ് ഞാനൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ സിനിമയിലാണെങ്കിൽ MC കൃത്യമായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം അത് പോവാം, എത്രത്തോളം പോകരുത്, അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു വേ. അപ്പം ചിലപ്പോൾ ഒരു ആക്ടർക്ക് കൂടുതൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഒരു ഡയറക്ടറെക്കാളും. കാരണം അത് പ്രൊഫഷനായിട്ടും ഭയങ്കര പാഷനായിട്ടും എടുത്തിരിക്കുന്ന ഒരാൾ കുറേ കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കും ഡയറക്ടറോട്. ഇപ്പോൾ നമ്മൾ എഴുതിയ വെച്ചതിനേക്കാളും മുകളിലോട്ട് പോകാമെന്ന് പറയില്ലേ. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പറയുമ്പോൾ നിമിഷ സുരാജ് ഞാൻ വിചാരിച്ചേക്കാളും വേറെ രീതി പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് രണ്ടുപേർക്കും ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചിട്ടുണ്ടാവുന്ന കാതലിൽ മമ്മൂക്കയും സുധി എന്ന് പറയുന്ന ആക്ടറും അവർ രണ്ടുപേരും അത്രമാത്രം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറിന് ഇഷ്ടമുള്ള പാട്ടോ ഇഷ്ടമുള്ള സിനിമയോ ഇഷ്ടമുള്ള ഭക്ഷണം ഒന്നും നമ്മൾ സിനിമയിൽ ഡിസ്കസ് ചെയ്യില്ല. പക്ഷെ അതൊരു ആക്ടർ അറിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ഒരു തെളിച്ചം ഉണ്ടാവും പെർഫോമൻസിന് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു ഡയറക്ടറും കൂടെ ഉണ്ട് ആക്ച്വലി ചോദിച്ചാൽ ഒരു ഡയറക്ടർ ആക്ടറാണോ അതോ ഡയറക്ടർ ആക്ടർ തന്നെയാണ്. ഒരു ഡയറക്ടറാണല്ലോ തീരുമാനിക്കുക. ഞാൻ പറയുന്നത് ആ തീരുമാനം എടുക്കുന്നതിൽ ഒരു ആക്ടറുടെ കോൺട്രിബ്യൂഷനോടെ വരുമ്പോൾ അത് എല്ലാ ആക്ടറിലും വർക്ക് ആവണമെന്നില്ല. ഇപ്പം ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ ഡയറക്ടർ ഹാപ്പി ആവുമെന്നുള്ളൊരു ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ. പക്ഷെ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെ എങ്കിലും ആക്ടർ വരണം. അത് നമുക്ക് ഡിപ്പെൻഡ് ഓൺ ആക്ടർ അത് വിചാരിച്ചേക്കാളും നന്നാക്കാൻ പറ്റും. അത് ഈ ആക്ടറുടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടാവും. ചിലപ്പോൾ ഡയലോഗ് കോൺട്രിബ്യൂട്ട് ചെയ്യും, ചിലപ്പോൾ സീൻ തന്നെ ചിലപ്പോൾ നമുക്ക് റീഡിസൈൻ ചെയ്യേണ്ടി വരും. കാരണം ഒരു ആക്ടർ കഥാപാത്രം എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്നെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ ഡയറക്ടർക്കും ആക്ടർക്കും കുറേ കൂടെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നിമിഷ സജൻ ആ സിനിമ കൂടുതൽ പേര് കണ്ടിട്ടുള്ള പറയാം. നിമിഷയുടെ കല്യാണത്തോടെയാണല്ലോ സിനിമ തുടങ്ങുന്നത്. പക്ഷെ കല്യാണം വരെയുള്ള നിമിഷയെക്കുറിച്ച് നിമിഷയ്ക്ക് നല്ല ധാരണയുണ്ട്. 10ാം ക്ലാസ്സിൽ ഒരു പ്രേമം ഉണ്ടായിരുന്നു, അതുപോലെ ഇങ്ങനത്തെ ഇൻഫോർമേഷൻ അത് നമ്മളെ കുറേ കൂടെ. അപ്പം നമുക്ക് ഡയലോഗ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമാവും. എൻ്റെ ആക്ടർ ഇത് പറയൂല, അല്ലെങ്കിൽ തിരിച്ചു പറയും, ചേട്ടാ ഞാനത് പറയൂലല്ലോ, ഞാൻ ഇങ്ങനെ വന്ന ഒരാളല്ലേ. അപ്പൊ ആ ഒരു ഫൈൻഡിങ് ഇൻ ബിറ്റ്വീൻ സംഭവിച്ചാൽ നല്ല രസമായിരിക്കും. അതെ. ഇപ്പം മീശ റിലീസ് ലൈക്ക് ഓഗസ്റ്റ് 1st വീക്ക് റിലീസ് ആവുകയാണ്. അപ്പം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും വന്ന് കാണുക. ഈ സിനിമ ഈ പറഞ്ഞ പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട ഒരു സിനിമയാണ്. കാട്, അതിൻ്റെ വന്യത. അപ്പോൾ അത് തിയേറ്ററിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാനാണല്ലോ നമ്മളോട് വന്നിരിക്കുന്നത്. എല്ലാവരും വരിക, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണ് ചെയ്തിരിക്കുന്നത്. വലിയ എഫോർട്ട് എടുത്തിട്ടുണ്ട്, എല്ലാ സിനിമകളെയും പോലെ എഫോർട്ട് എടുത്തിട്ടുണ്ട്. കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് പറയുക. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. And I am seeing Indian area Malayalam films once it is getting released, if the film is good, adukku promotion പെരുസാ തേവില്ല. ഓഡിയൻസ് എല്ലാവരും സിനിമ പറ്റി they are going and talking and friends and the evening conversation will be about films. அப்படிதான் எனக்கு தமிழ்ல நிறைய படம் தெரியறதுக்கு உண்டான ரீசன்ஸும் அதுதான். someone from friends from Malayalam will be talk of அது அவங்க பார்த்துட்டு வந்ததுக்கப்புறம் சூஷ்ம தர்ஷினி I have seen அது அவங்க சொல்லி தான் I get to know. So they talk about films and when they like it, when there is so much of effort and they will celebrate it. അത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞത് എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ബാക്കി ഇതൊരു വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ ഷുവർ. താങ്ക് യു. ഉറപ്പായിട്ടും. അപ്പം മീശ വലിയൊരു വിജയമാവട്ടെ തന്നെ ആശംസിക്കുന്നു. മലയാളത്തിൽ ഇനിയും ഖദറിനെ ഒരുപാട് കാണാൻ പറ്റട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്. കാണാനായിട്ട് വെയിറ്റിംഗ് ആണിത്. അടുത്ത് ഇനി വരുന്ന പ്രോജക്ട്സിനും വെയിറ്റിംഗ് ആണ്. സോ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Thank you.